ഞാനെപ്പോഴും പറയുന്ന പോലെ എവിടെ. ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് മറ്റൊരു യാത്ര പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ തുടങ്ങാറ്. ഇത് ഗുരുക്കള കളരിയാണ്, ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ്. കളരി വേറുണ്ട്. ഇന്ന് ഞങ്ങൾ പോകുന്നത് വയലട, കോഴിക്കോട് ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. വയലട ഇതൊരു മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ പോയതാണ്. അന്ന് അങ്ങനത്തെ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇപ്പം വളർന്നു വലുതായി ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കോഴിക്കോട്ടെ ഗവി എന്നാണ് അറിയപ്പെടുന്നത്. ശരി സുഹൃത്തുക്കളെ, അവിടെ എത്തിയിട്ട് കാണാം. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ വയലട എത്തി. നേരത്തെ പറഞ്ഞ പോലെ കാലിക്കറ്റ് സിറ്റിയിൽ നിന്നിട്ട് കോഴിക്കോട് വന്നിട്ട് ഇവിടേക്ക് 25 കിലോമീറ്ററാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ ബാലുശ്ശേരി റൂട്ടില്ലേ, കോഴിക്കോട് ബാലുശ്ശേരി റോഡ്, ആ റോഡിൽ വന്നിട്ട് ബാലുശ്ശേരി ജംഗ്ഷനിൽ കിനാലൂർ എസ്റ്റേറ്റ് അല്ല, വട്ടോളി, എളേറ്റിൽ വട്ടോളി, അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടുള്ള റൂട്ടാണ്. ആരോട് ചോദിച്ചാലും പറഞ്ഞാലും ഇത് പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഓക്കെ, നമുക്ക് കാണാം. നമ്മൾ കാണാൻ പോവുകയാണ്. വരൂ നമ്മളെ കൂടെ. എവിടെയാണ് വയലട എന്ന് ഞാൻ കാണിച്ചു തരാം. റോഡിൻ്റെ അവസ്ഥ എവിടെയാണ്. ഇതുവരെ നല്ല റോഡായിരുന്നു. പിന്നെ വണ്ടി ഞങ്ങൾ താഴെ നിർത്തിയിട്ട് ഇവിടുന്ന് കയറിയാണ്. ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇങ്ങനത്തെ സ്ഥലത്തൂടെയൊക്കെ നടക്കണം. ഞാനെപ്പോഴും പറയുന്ന പോലെ എവിടെ പോയാലും പ്ലാസ്റ്റിക് കാണാം. ഇത് പാടില്ല, പ്ലാസ്റ്റിക് ഒഴിവാക്കണം. ഞങ്ങൾ നടക്കുന്ന വഴിയില്ലേ, ഇവിടെ ചേച്ചിമാരിതാ ഇങ്ങനെ കട നടത്തുന്നുണ്ട്. ചേച്ചിമാരായിട്ടൊന്ന് നാട്ടുകാരായിട്ടൊന്ന് സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും ഇവിടെ നിന്നുള്ളൂ. 500 മീറ്റർ പോയാലും അവിടെ എത്തല്ലേ? ഓക്കെ, ശരി ചേച്ചി. അപ്പോൾ ചേച്ചിമാരെ ഞങ്ങളിവിടെ നടന്നു തുടങ്ങുകയാണ്. ഓക്കെ, നിങ്ങളെ പോവാം. ഞങ്ങൾ അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വർഷങ്ങൾക്ക് മുന്നേ അവിടെ വന്നിരുന്നു. അന്ന് DTPC കോഴിക്കോട് എന്താണ് കഫ്റ്റീരിയ അങ്ങനത്തെ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ പുതുതായി തുടങ്ങിയതാണ്. ഇങ്ങനെ ഒരു ബോർഡുണ്ട് സുഹൃത്തുക്കളെ. 6 AM to 6 PM, രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടെ അനുവദിക്കുക വ്യൂ പോയിന്റിലേക്ക്. കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഇതാ ഇവിടെ ഇടണം. ഇതിന് പ്രത്യേകമായിട്ട് ഇവിടെ ഇതാ ഇങ്ങനെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക. എൻ്റെ മകൻ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തെറ്റിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാട്ടത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ ഉയരങ്ങളൊന്നുമില്ല. ആർക്കും ഇവിടെ വരാം. പല ദിവസങ്ങളും ഇവിടെ നല്ല തിരക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടേക്കുള്ള ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കയറാണ്ട് കേട്ടോ. സ്റ്റെപ്പുകളൊക്കെ കയറാണ്ട്. ഗുരുക്കളാണ് പാഞ്ഞ് കയറുന്ന. കാരണം ഗുരുക്കൾ കളരിയിൽ ദിവസം നിത്യാഭ്യാസമാണ് അങ്ങനെ. അതുകൊണ്ട് അങ്ങനെ സംബന്ധിച്ചിട്ട് ഇത് പ്രശ്നമില്ല. ഫോർ ഹിം ദിസ് ഈസ് എ പീസ് ഓഫ് കേക്ക്. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കയറാണ്ട്. ചെറിയ കുന്നാണിത് കേട്ടോ. സൈഡിൽ കൂടെ ഇങ്ങനെയുണ്ട് റാമ്പ് പോലെ. വഴികളൊക്കെ നന്നായിട്ട് വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒരു നിബിഡ വനത്തിൻ്റെ പ്രതീതി ഉണ്ട് കേട്ടോ അവിടെ അല്ലേ. നല്ല ചോലയാണ്, തണലാണ്. ഇങ്ങനെയുണ്ട്. അപ്പോൾ കിതപ്പൊന്നും അങ്ങനെ അനുഭവപ്പെടില്ല. കാരണം നല്ല തണുപ്പാണ്, നല്ല വെയിലാണ്. പക്ഷേ അവിടെ ചൂടൊന്നും കേട്ടോ. ഈ പ്രദേശത്തിന് പ്രത്യേകതയാണ്. യൂട്യൂബ് കാണാം. കാലിക്കറ്റ്, മലപ്പുറം.
മൂല്യമായ സ്ഥലങ്ങളെ എടുക്കാറില്ലേ? എടുക്കാൻ മറന്നു. ഇതാണ് അടിപൊളിയായത് കുതികളെ, ഇതാണ് അടിപൊളിയായത്. മൈക്കോടി ഉണ്ടെങ്കിൽ അവിടെ ശബ്ദം കിട്ടും ചെയ്യും. അതെ, അല്ല നമുക്ക് വോയിസ് വെറുതെ കൊടുക്കാം, പുറത്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഫ്രണ്ട് ക്യാമറ ഒക്കെ ഉള്ള ഓപ്ഷൻ ഇല്ല. ഇല്ല. ഇതാണ് കേട്ടോ വയലട. വയലട നമ്മൾ മറ്റേ ഇത് മാതിരി ഉണ്ടേ, മലബാറിൽ ഗവി എന്ന് അറിയപ്പെടുക. അറബിൻ്റെ പാറയുടെ ആകൃതി കണ്ടില്ലേ, നല്ല രസമല്ലേ? ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ സുഹൃത്തുക്കളെ. അതിവിശാലമായിട്ട് കാണാം, നല്ലൊരു കാഴ്ചയാണ്. ഈ അടുത്ത കാലത്ത് അവിടെയൊക്കെ വെയിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്, അപകടങ്ങൾ നടന്നിട്ടുണ്ടാവാം, അതായിരിക്കാം. ഇതൊരു 1 ഡേ ട്രിപ്പാണ്. 1 ഡേ ട്രിപ്പില്ല, ഒരു ഹാഫ് ഡേ ട്രിപ്പേ ഉള്ളൂ. ഇതാണ് 360 വ്യൂ ഇപ്പം കാണിച്ചു തന്നത്. ഇതാണ് ഇവിടുത്തെ പ്രത്യേക ഹൈലൈറ്റ്. പക്ഷെ അപകടം പിടിച്ച സ്ഥലമാണ്. കാലിതാ ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്, കാലും കൈയൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളുക. എങ്ങനെ കാല് തൂക്കിട്ടിരിക്കുമ്പോ ഫോട്ടോ എടുക്കല്ലേ? ഈ പാറയാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. ഇവിടെ നടക്കാനുള്ള മേൽപ്പാലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം പുതുതായിട്ട് വ്യൂ പോയിൻറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ നല്ലതാണ്, കാരണം വളരെ സേഫാണ്. ഇപ്പം ആദ്യകാലത്ത് ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പം വളരെ സേഫാണ്. ട്രിപ്പോടെ ശരിക്ക് ഞാനും ഗുരുക്കളും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം വളരെയധികം ആസ്വദിക്കുകയായിരുന്നു. നല്ലൊരു ഷോട്ട് കിട്ടാനും ഇങ്ങനെ നല്ല നല്ല ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താനും വേണ്ടി ഞങ്ങൾ അവിടെ വളരെയധികം സമയം ചെലവഴിച്ചു. എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ. ഇതാണ് ഇവിടെ ഉള്ള കാഴ്ച കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ്. ഗുരുക്കൾക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ, അതുകൊണ്ട് ചൂടടിക്കുന്നത്. ഗുരുക്കളെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വയലട ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത് വയലട. ഞാൻ ഇതിൻ്റെ മുന്നേ അവിടെ വന്നിരുന്നു ഒരുപാട് തവണ. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകും, പക്ഷെ ഇങ്ങോട്ട് കയറിയിട്ടില്ല. ഓക്കെ, സൂപ്പറാണ്, അടിപൊളിയാണ്. ഇവിടെ നല്ല വെയിലത്താണ് നിൽക്കുന്നത്, പക്ഷെ നല്ല തണുപ്പാണല്ലേ, നല്ല തടുത്ത നല്ല ഒരു കാറ്റുണ്ട്, നല്ല കൂൾ ബ്രീസ്, ഒരു ഇളം തന്നലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല ശരീരം ഇങ്ങനെ തണുത്തുകൊണ്ടിരിക്കുകയാണ് വെയിലത്ത് നിൽക്കുകയാണെങ്കിലും. അധികം ആളുകളും ഇല്ല, കംഫർട്ടാണ് നമുക്ക്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഇന്ന് വ്യാഴാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് ആരുമില്ല. ഞായറാഴ്ച അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, ഒരുപാട് ആൾക്കാരായിരിക്കും. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? നന്നായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ദിവസമായിട്ട് ലേശം കുറവുണ്ട്.
ഇന്ന് മോരാ മോരാ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ശങ്കരൻ. ശങ്കരൻ. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നുണ്ടോ? ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള ആണോ അത് സ്ഥലം? ഫോറസ്റ്റ് അല്ലേ? ഇവിടെ വേറെ സ്ഥലങ്ങളുണ്ടോ കാണാൻ? ഇവിടെ അടുത്ത് പിന്നെ കരിയാത്തമ്പാറ തോണിക്കടവും ഒക്കെയാണ്. അവിടെയൊക്കെ പിന്നെ വേറെ ഒന്നുണ്ട്, പ്രൈവറ്റ് ആയൊരു ഇതുണ്ട്. ഇതെന്താ ചേച്ചിയാ? മഞ്ഞളാണോ? എവിടെ അത് കഴിഞ്ഞല്ലോ നട്ടാൽ ഇപ്രാവശ്യം പറിക്കുക ഞാൻ. അത് ആരോ പറിച്ചിട്ട് കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ? അങ്ങോട്ട് ആ അത് ശരി. ഞങ്ങളിവിടെ ഇത് കാണാൻ വന്നായിരുന്നു നിങ്ങളെ പ്രദേശം വയലട. ഇത് ഇതിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല. കുത്തൽക്കന്ന തലാട്ടില്ലേ നമ്മുടെ സ്കൂളിൽ ആ തൈവോട്ട് നേരെ പോയത് ക്ലാസ് പഠിക്കുന്നതാ. അതല്ലേ? ഓ എവിടെ താമസിക്കുന്നത്? പ്രേമ എൻ്റെ പേര്. ആ പ്രേമ. ഇത് സ്വന്തം താമസം അവിടെ വീട് റോഡ് വെക്കാം. ഓ ശരി. ഞങ്ങൾ രാവിലെ വന്നു, ഇതെല്ലാം കണ്ടു ആസ്വദിച്ചു. വളരെ നന്നായിരിക്കുന്നു. ഇതിനുണ്ട് മോര് മുരുകളെ. അപ്പോൾ ഞങ്ങൾ വയലട കുന്നെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ക്ഷീണം അനുഭവപ്പെട്ടു. അപ്പോൾ ശങ്കരാട്ടൻ്റെ കടയിൽ നിന്നാ മോര് വാങ്ങും. മോരും തേൻമുട്ടായി. എന്താ സംഭവിക്കാന്ന് അറിയില്ല. ഗുരുക്കൾ വന്നാ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്. മധുരവും ഉളുപ്പും. വേറെ പണിയല്ലേ തീർത്താൽ ഒരു നുറുക്കും കൂടി വാങ്ങിയിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നല്ല കറമുറ മുറുക്ക്. ഇപ്പോൾ വെള്ളം അടുത്താണ്. നല്ല രസമുണ്ടല്ലേ? ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ പോകുന്ന വഴിക്ക് വയലടയിലേക്ക്. ഇത് നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം, ഇവിടെ വേണമെങ്കിൽ കുളിക്കാം. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ. ഇവിടെ ചെറിയൊരു ബാത്തിൻ്റെ പോലെ കണ്ടല്ലേ? ഇത് മനോഹരമായ സ്ഥലമാണ് ഇത്. ഹായ് സുഹൃത്തുക്കളെ, ഇതാണ് വയലട. ഇതൊരു വൺ ഡേ ട്രിപ്പാണ്. വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിറ്റിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ 25 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഇവിടേക്ക് 25 കിലോമീറ്റർ ഉള്ളൂ. കോഴിക്കോട് ബാലുശ്ശേരി റോട്ടിലാണ് വരേണ്ടത്. ബാലുശ്ശേരി എത്തിക്കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഈ വഴി. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ വയലാട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സാന്നിധ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ.